ശ്രീ പ്രേമചന്ദ്രക്കുറുപ്പ് അവർ നിർവഹിച്ചു. അദ്ദേഹത്തിന് അവിചാരിതമായ ഒഴിവാക്കാനാവാത്ത മറ്റു ചില പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് നമ്മുടെ ഇടയിൽ വിട്ടു നിൽക്കുകയാണ്. അദ്ദേഹത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങിൽ നമ്മോടൊപ്പം വന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തെപ്പറ്റി ചർച്ചാ സമ്മേളനത്തെപ്പറ്റി സംസാരിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയിരുന്നത് നമ്മുടെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ ടി ചന്ദ്രൻ IPS അവர்களാണ്. അദ്ദേഹവും ഇവിടെ ഉടനെ എത്തിച്ചേരും. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാം പേര് ആനസംരക്ഷണ സഭയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ MI വർഗീസ് ചാലക്കുടി DFO അവர்களാണ് ഇന്ന് നമ്മോടൊപ്പം ഇവിടെയുള്ള മറ്റൊരു വിശേഷ വ്യക്തി. ആനകളുടെ സംരക്ഷണത്തിലും പരിപാലന കാര്യങ്ങളിലുമെല്ലാം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് വളരെയധികം സഹായം നൽകുന്ന അദ്ദേഹം ഇന്ന് ഈ ചടങ്ങിൽ നമ്മോടൊപ്പം ഉണ്ട്. ആശംസകൾ അർപ്പിക്കാൻ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് വന്യനായ ശ്രീ കുന്നമ്പത്ത് ബാലകൃഷ്ണന് ആശംസകൾ അർപ്പിക്കാൻ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ തൃശ്ശൂരിലെ ദേവസ്വങ്ങളിൽ ആനകളുമായി ഏറ്റവും അധികം സമ്പർക്കമുള്ള ആനകളുടെ കാര്യങ്ങളിൽ വളരെയധികം ശുഷ്കാന്തി പ്രദർശിപ്പിക്കുന്ന പല വ്യക്തികളിൽ പ്രമുഖനായ ഒരു അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ ചടങ്ങിന് എന്തായാലും ഒരു അനുഗ്രഹമാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാ പേരിൽ ആനസംരക്ഷണ സമിതിയുടെ പേരിൽ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ശ്രീ C. വിജയൻ, തൃശ്ശൂരിലെ എല്ലാ ആനകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി പ്രമുഖനായി എല്ലാ കാര്യത്തിലും ആത്മാർത്ഥമായി സഹകരിക്കുന്ന ഒരു വ്യക്തി. ആന സംരക്ഷണ സമിതിയുടെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളുമാണ് അദ്ദേഹം. തൃശ്ശൂർക്കാർ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിജയനെ ഈ സദസ്സ് ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ ശ്രീ വേണുഗോപാൽ നമ്മോടൊപ്പമുണ്ട്. തൃശ്ശൂർക്കാരൻ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് തന്നെ ആനകളുമായി അടുത്തിടപഴകുകയും ആനകളുടെ കാര്യങ്ങൾ ഗുരുവായൂർ ദേവസ്വത്തെ പ്രത്യേകിച്ചും ആനകളുടെ കാര്യങ്ങൾ അടുത്തിടപഴകുക അദ്ദേഹവും ഈ സഹായം നമുക്ക് നമ്മളോടൊപ്പം ചെലവഴിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആന സംരക്ഷണ സമിതിയുടെ പേരിൽ നിങ്ങളുടെ എല്ലാം പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഇവിടെ ഇന്ന് ഈ വൈകുന്നേരം ചർച്ചകളിലും മീറ്റിങ്ങിലും പങ്കെടുത്ത് ഇത് സജീവമാക്കാമെന്ന് സംബന്ധിച്ചിരുന്ന ആന സംരക്ഷണ സമിതിയുടെ തന്നെ പ്രസിഡന്റ് ശ്രീ ജേക്കബ്, ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ശ്രീ K. അനിൽകുമാർ, ശങ്കരകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് ശ്രീമാൻ P. ശിവശങ്കരമേനൻ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. സമ്മേളനം കഴിയുന്നതിന് മുൻപ് എത്തും എന്നുള്ള പ്രതീക്ഷയോടെ ഇവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ആന സംരക്ഷണ സമിതി ആരംഭിച്ച കാലം മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരുപക്ഷെ സ്വന്തം കാര്യം ആയി തന്നെ ഇതെല്ലാം കൊണ്ടു നടന്നിരുന്ന ഡോക്ടർ K.C. പണിക്കർ ആന സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം. തുടക്കം മുതൽ ഇന്ന് വരെ അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ശ്രീ B. മാധവൻ
ശ്രീ പ്രൊഫസർ മാധവൻകുട്ടി അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ എല്ലാ ആനകളെ സ്നേഹിക്കുന്നവരെ, ഈ സദസ്സിൽ ഉള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒരു നല്ല വൈകുന്നേരം ഇവിടെ ചെലവഴിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും താങ്ക് യു. അധ്യക്ഷ പ്രസംഗത്തിനായി കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം. കൃഷ്ണനോട് ക്ഷണിക്കുന്നു. വേദി അലങ്കരിക്കുന്ന ചാലക്കുടി DFOയും എൻ്റെ സഹപാഠിയുമായ ശ്രീ വർഗീസ്, പാലക്കാട് ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ അവരുടെ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ശ്രീ വിജയൻ അവരുടെ, ആന സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ KC പണിക്കർ, വേദിയിൽ ഉപഭോക്തായിരിക്കുന്ന മറ്റു ബഹുമാന്യർ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ആന സംരക്ഷണ സമിതിയുടെ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുക. കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇപ്പോൾ 12 ആനകൾ സ്വന്തമായിട്ടുണ്ട്. ഇനിയും പലരും ആനകളെ നടയിരുത്താനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ച് അത് പരിഗണനയിൽ ഇരിക്കുകയാണ്. മാത്രമുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ കാണുന്ന, അല്ലെങ്കിൽ നാം ദിവസേന നാം പത്രപത്രയും മറ്റൊക്കെ വായിക്കുന്ന പല മനുഷ്യ സ്വഭാവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആനയുടെ സ്വഭാവം എത്രയോ നല്ലതല്ലേ എന്ന് സംശയിച്ചു പോവുകയാണ്. നമുക്ക് പലപ്പോഴും നാം പത്രങ്ങളിലൊക്കെ വായിക്കും മൃഗീയമായിട്ടുള്ള വികാരം വന്നു, മനുഷ്യന് മൃഗീയമായിട്ടുള്ള വികാരം. അപ്പൊ ഈ ആനകൾക്ക് അങ്ങനെ മൃഗീയമായിട്ടുള്ള അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുള്ള സ്വഭാവമാണ്. മനുഷ്യന് മൃഗീയമായിട്ടുള്ള സ്വഭാവം വരുമ്പോൾ അത് അതിന്റെ അസ്വാഭാവികത തന്നെ. അപ്പൊ പിന്നെ ആനയ്ക്ക് അങ്ങനെ അസ്വാഭാവികതയൊന്നുമില്ല. അത് കാട്ടില് ആത്മവിശ്വസിച്ച് വളരെ സന്തോഷത്തോടു കൂടി മതിച്ച് അവർക്ക് ഇഷ്ടമുള്ള എല്ലാ പ്രവർത്തനവും ചെയ്ത് ആരോടും യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയുമില്ലാതെ വളരെയധികം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന മൃഗത്തെ ചതിപ്രയോജനങ്ങൾ പിടിച്ച് നമ്മുടെ മനുഷ്യന്റെ സ്വന്തം താല്പര്യങ്ങൾക്കും പല രീതിയിലുള്ള പ്രവർത്തികൾക്കും വേണ്ടി നാം ആ മൃഗത്തെ ഉപയോഗിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പ്രതിരോധം അല്ലെങ്കിൽ ഒരു വൈരാഗ്യ ബുദ്ധി, ഒരു പ്രതികാര ബുദ്ധി സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടതാണ്. അത്ര പ്രതികാര ബുദ്ധി ഒരു ആനയും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. മണിക്കൂറുകളോളം അത് ആനകളെ പലതരത്തിലും പീഡിപ്പിക്കപ്പെടുകയും പണിയെടുപ്പിക്കുകയും ആവശ്യത്തിന് ഉള്ള ഭക്ഷണം കൊടുക്കാതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസരത്തിലാണ് പലപ്പോഴും ആനകൾ ക്രൂരമായിട്ട് പെരുമാറുന്നത് എന്നാണ് ഈ കാര്യത്തിൽ ഒരു വിദഗ്ധനൊന്നും അല്ലെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പലപ്പോഴും ആനകൾ വളരെ പാവപ്പെട്ട, വളരെ അനുസരണമുള്ള, അത് ഈ ആനയുടെ ശക്തി ആനയ്ക്ക് അറിയാത്ത, അല്ലെങ്കിൽ ആനയ്ക്ക് ആനയുടെ ശരീരം കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആനയ്ക്ക് ആനയുടെ ആ ശരീരവും അതിന്റെ ശക്തിയും മനസ്സിലാക്കിയാൽ ആന എങ്ങനെയൊന്നും ആയിരിക്കില്ല പെരുമാറുന്നത്. എന്തൊരു ഒതുക്കത്തിലാണ് നമുക്ക് അറിയുമ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ ആ കുടമാറ്റത്തിന്റെ ഇടയിൽ ഈ ആനകൾ നിൽക്കുന്നത് കണ്ട ഇത്രയും
അപ്പൊ വളരെ